ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവസാനം ഞാൻ ഓണത്തിൻ്റെ വ്ളോഗാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ടോ, ഗ്യാപ്പ് എന്നൊന്നും പറയാനില്ല, ഒരു 5-6 ദിവസമായിട്ടുണ്ടാവും. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ ഏട്ടനും മോൾക്കും ഒക്കെ ലീവാണ്. അതാട്ടോ ഞാൻ ഇത്ര റിലാക്സ് ചെയ്ത് എല്ലാം ചെയ്യുന്നത്. രാവിലത്തെ ഒരു വിധം പുറംപണികളൊക്കെ തീർത്ത് കുളിയും കഴിഞ്ഞ് ഞാനിതാ പൂത്രയിൽ ചാണകം മെഴുകി തുളസിത്തണ്ടാണ് വെക്കുന്നത്. ഓണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയില്യത്തിൻ്റെ അന്നും മകത്തിൻ്റെ അന്നല്ലേ പൂത്ര നിറച്ചും പൂവിടാറുള്ളത്. കണ്ണൻ്റെ ഫോട്ടോന് ഒരു മാല കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അധികം തുളസി പറിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു മാലയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ഫോട്ടോ ചെറുതാണല്ലോ. ഇന്നിപ്പോൾ എനിക്ക് ഇതിനൊക്കെ സമയം കിട്ടിയത് ഇവർക്ക് രണ്ടാൾക്കും ലീവ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ രാവിലത്തെ തിരക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ 2 പേർക്കാണെങ്കിൽ നേരത്തെ പോകും വേണേ. അങ്ങനെ ഞാൻ വെളുക്കൊക്കെ വെച്ച് തൊഴുത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ കൊലായിലെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനുണ്ടായിരുന്നേ. ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. എൻ്റെ പുറംപണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏട്ട എണീറ്റിട്ടുണ്ടായിരുന്നേ. സി അതാ ഉറങ്ങുകയാണേ. ഉറങ്ങുകയല്ല കേട്ടോ, ഉറങ്ങുന്ന പോലെ നടിക്കുകയാണ്. ഏട്ട എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി എണീറ്റിട്ടുണ്ട്, അവള് അവിടെ തന്നെ കിടക്കുക എന്നുള്ളത്. പിന്നെ അതാട്ടോ ഞാൻ വിളിച്ചപ്പോൾ അത്ര ഈസി ആയിട്ട് എണീറ്റ് പോകുന്നത്. ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ ക്ലാസ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ എണീക്കും കേട്ടോ, പഠിക്കാനായിട്ട്. സിയേനെ കുളിക്കാൻ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്കാണ് വന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പുട്ടിന് കൂട്ടാനായിട്ട് ചെറുപയർ തേങ്ങ അരച്ച കറിയും പിന്നെ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് അധികം വീടുകളിലും കട്ടൻ ചായ ആയിരിക്കും ഉണ്ടാവുക. ഞാനെല്ലാം വിളമ്പി വെക്കുമ്പോഴേക്കും സിയൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവള് വന്നിരുന്നേ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ചായ കുടിക്കുകയാണേ. ഏട്ടനെ കാണാത്തത് എന്താ വെച്ചാൽ ഏട്ട കൊലായിന്നാണ് ചായ കുടിക്കുന്നത്. ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോൾ ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നേ. ഏട്ടൻ പുറത്തു പോയതായിരുന്നു കേട്ടോ, സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളോട് നേരത്തെ കഴിച്ചോളാൻ പറഞ്ഞിനെ. അതാട്ടോ ഏട്ടൻ കുറച്ച് ലേറ്റ് ആയത് ചായ കുടിക്കാൻ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞേരെ വേഗം തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി തുടച്ചിട്ടേരെ പിന്നെ ഞാനിതാ വേഗം അലക്കാനാണേ വന്നത്. ഇന്ന് അധികം ഒന്നും അലക്കാനില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ അഴിച്ചിട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. യൂണിഫോം ഒക്കെ ഞാൻ ഇന്നലെ തന്നെ അലക്കി വെച്ചിരുന്നേ അവളത്. അങ്ങനെ തിരുമ്പലും ആറിടലും ഒക്കെ കഴിഞ്ഞേരെ പിന്നെ ഞാനും സിയും കൂടെ ഏട്ടൻ വാങ്ങിക്കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനാണ് നോക്കുന്നത്. ഇത് പച്ചക്കറി മാത്രമേ ഉള്ളേ. ഓണത്തിൻ്റെ അന്ന് വാങ്ങിയതായിരുന്നേ പച്ചക്കറി. അപ്പോൾ അതൊക്കെ തീർന്നു കേട്ടോ. ഒരാഴ്ചത്തേക്ക് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാറുള്ളത്. പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത് സപ്ലൈകോന്നാണ്. അത് പിന്നെ 1 മാസത്തേക്ക് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കാറുള്ളത്. ഇങ്ങനെ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ വലിയ കവറിലാണ് തരിക. അപ്പം ഞാൻ ഈ കവറൊക്കെ എടുത്ത് വെക്കും കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് മാസത്തിലൊരിക്കലും പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ആൾക്കാർ വരെ. അപ്പോൾ ഈ നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളിലൊക്കെ ഞാൻ ഇങ്ങനത്തെ വലിയ കവറുകളിലാക്കി വെച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോഴേക്ക് പിന്നെയും കുറച്ചും കൂടെ പൊടികളൊക്കെ ആയ നിലത്ത്. അപ്പോൾ അതും കൂടെ ഞാൻ അടിച്ചു വാരി പുറത്ത് കൊണ്ട് കളഞ്ഞേ. പിന്നെ എനിക്ക് കുറച്ച് വേസ്റ്റ് അല്ലാതെയും കുറച്ച് കത്തിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് ഉച്ചയൂണിന് ഉണ്ടാക്കിയത്. ഇതൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലേ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 മണിക്കൊരു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേരതാ ഞങ്ങളെല്ലാവരും മാറ്റിലൊക്കെ കഴിഞ്ഞ് ഏട്ടൻ നേരത്തെ മാറ്റിയിരിക്കുന്നുണ്ട്, സമയം ലേറ്റായി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വേഗം ഹെൽമെറ്റൊക്കെ എടുത്ത് വാതിൽ പൂട്ടി ഇറങ്ങാനാണ് നോക്കുന്നത്. ഇത്തവണ എന്താ അറിയോ ഏട്ടൻ ഇത്ര ധൃതി പിടിക്കാൻ കാരണം, സാധാരണ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇമാക്സിലല്ലേ പോവാറുള്ളത്. എന്നാൽ ഇത്തവണ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ടൗണിലുള്ള ബ്ലൂ ഡയമണ്ട് മാളിലാണ്. അവിടേക്കൊരു അരമണിക്കൂറിൽ മേതൻ്റെ യാത്ര. അങ്ങനെയാണെങ്കിൽ 2 മണിക്കുള്ള ഷോക്ക് ഞങ്ങൾക്ക് 1:15 ഇറങ്ങണേ. പിന്നെ അതുമല്ല നല്ല ബ്ലോക്കാണ് ഇപ്പോൾ ടൗണിൽ ഉണ്ടാവാറുള്ളത്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ നേരെ കാണുന്നത് മാവൂർ റോഡ് ശ്മശാനാണ്, ആ ഓടിട്ടത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ മാളിലേക്ക് കയറുകയാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ മാള് വരുന്നതിൻ്റെ മുമ്പേ ആദ്യം ഇവിടെ ഒരു സിനിമ തിയേറ്റർ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ആദ്യം ഞങ്ങളിവിടെ സിനിമയൊക്കെ കാണാൻ വരലുണ്ട്. പിന്നെ ഇത് പൊളിച്ച് അധികമായിട്ടില്ല കേട്ടോ ഈ ഇവിടെ ഇങ്ങനെ ഒരു മാള് വന്നിട്ടുള്ളത്. ഇപ്പം ഉള്ള കോഴിക്കോടുള്ള മാളുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പുതിയതായിട്ടുള്ളത് ഈ ഒരു മാളാണ്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ അകത്ത് കയറിയേ. ഇത്ര നേരമായിട്ട് ഏത് മൂവിക്കാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ലോക സിനിമയാണ് കാണാൻ വന്നത്. എനിക്കിഷ്ടമായിട്ടോ. എനിക്കിങ്ങനെ മിത്ത് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ മാളിലൊന്ന് ചുറ്റി അടിച്ച് നടന്നേ. പർച്ചേസിങ്ങിനൊന്നും നിന്നിട്ടില്ലേ. പർച്ചേസിംഗ് ഒക്കെ പിന്നെ ഓണത്തിൻ്റെ മുമ്പേ കഴിഞ്ഞതായതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വരാമെന്നാണ് ഏട്ടൻ പറഞ്ഞത്.
സിനിമ കാണാൻ പോകുമ്പോൾ നല്ല സ്മൂത്തായി പോയെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുറച്ചൊരു ബ്ലോക്ക് പെട്ടുപോയിരുന്നേ. പിന്നെ ബൈക്ക് ആയതുകൊണ്ടാട്ടോ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചിലായി കിട്ടിയത്. അങ്ങനെ ചേവായൂർ എന്തെങ്കിലും കുടിക്കാലോ എന്ന് കരുതിയിട്ട് ഞങ്ങളിതാ ഈ ഒരു കൂൾ ബാർ കയറിയതാണ്. 2 അവിൽ മിൽക്ക് 1 ഫലൂദയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഫലൂദ സിയ മുഴുവൻ കഴിച്ചില്ല കേട്ടോ, അത് ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ്. അവിൽ മിൽക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്താണ് കഴിച്ചത്. കൂൾ ബാറിൽ നിന്ന് ഇറങ്ങിയേരെ പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഇതാ വീട്ടിൽ വന്ന് മേലൊക്കെ കഴുകിയേരെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതാ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുക എന്നതാണ്. ഞാൻ 2 നേരം നനയ്ക്കാറുണ്ട്. ഇപ്പം നല്ല വെയിലായതുകൊണ്ടാണ് പെട്ടെന്ന് ചെടികളൊക്കെ വാടിപ്പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ ചെടി നനയ്ക്കലൊക്കെ കഴിയുമ്പോഴേക്കും സിയൻ്റെ മേല് കഴുകലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അവളിതാ വെളുക്ക് വെക്കാൻ പോവാണ്. ഇപ്പം സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ആക്കിയ പാടന്നെ ഏട്ടനും വേറൊരു വഴിക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.